പക്ഷെ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കോഴീനും താറാവിനെയൊക്കെ വളർത്താൻ ആഗ്രഹം ഉണ്ടായിട്ടും വളർത്താൻ പറ്റാണ്ട്, അതായത് ഇത് മറ്റേ അപ്പുറത്തെ വീട്ടിൽ പോവുക, പറമ്പിൽ പോവുക, മറ്റുള്ളവർക്ക് ശല്യമാവുക, പട്ടി പിടിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് വളർത്താണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇതേ നമ്മുടെ അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു നമ്മോട്, ഇങ്ങനെ കുറച്ച് കോഴിയും താറാവൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഐഡിയയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇപ്പം ഇതുപോലെ കിടന്ന ഞങ്ങളുടെ പറമ്പ് നമ്മൾ കോഴിക്കൃഷിക്ക് ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്തു കേട്ടോ നമ്മുടെ ഈ വീഡിയോ. നമുക്ക് അതിലില്ലാത്ത കാരണം നമ്മൾ അഴിച്ചു വിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം അതിരുകളിൽ ഫുൾ വല കെട്ടണമെന്നുണ്ടായിരുന്നു. അതിരുകളിൽ നാട്ടാനായിട്ട് കുറെ കമ്പി കഷ്ണം, അതായത് ഇരുമ്പിന്റെ പൈപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടി പട്ടാളത്തിൽ നിന്ന് പോയി കുറച്ച് കിട്ടി, പിന്നെ കുറച്ച് പുതിയതും വാങ്ങിയായിരുന്നു കേട്ടോ. ഏകദേശം നമ്മൾ 2000 രൂപയ്ക്ക് വല വാങ്ങി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൂസാക്കി കിട്ടിയ ഏകദേശം 12 അടി ഹൈറ്റോളം ഈ വല എത്തും, ഇല്ലെങ്കിൽ ടൈറ്റ് ആക്കി കിട്ടിയ 5 അടിയും കൂടെ എത്തില്ല എന്നാണ് ഇതിന്റെ ഒരു കണക്ക്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്യാം. ഏകദേശം ഒരു 3000-4000 റുപ്പീസ് ഞങ്ങൾക്ക് ടോട്ടൽ ആയിട്ടുള്ളൂ കേട്ടോ. മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അതിലൊന്നുമില്ല. ഒരു നമുക്കത് ഈ മറ്റേ ഹാർഡ്വെയർ ഷോപ്പിലേക്ക് കിട്ടുന്ന പോലത്തെ വലയാണ്. ഈ വലയിൽ നമ്മൾ മേലെയും താഴെയും കയറ് കെട്ടിയിട്ട് നേരെ അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം 10-12 അടി വരെ കെട്ടാൻ പറ്റും. അതായത് ലൂസാക്കി കെട്ടാൻ കണ്ടു. അപ്പോൾ ഏകദേശം ഒരു 10 അടി മേലെ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നമ്മൾ കെട്ടിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നമ്മൾ കെട്ടിക്കണം നോക്കി ഇതുപോലത്തെ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ ടൈ കിട്ടില്ലേ, ഈ കേബിളൊക്കെ കെട്ടുന്ന ടൈ ആണ് നമ്മൾ ഇതിൽ കെട്ടിക്കണത്. പിന്നെ മേലെ നമ്മൾ കയറ യൂസ് ചെയ്തേക്കണം കേട്ടാ. അപ്പൊ അതുപോലെ തന്നെ ഇത് നോക്കിക്കേ, ഇത് കണ്ട ഇതുപോലത്തെ കമ്പി നമ്മൾ വളച്ചെടുത്തിട്ട് അത് മണ്ണിലേക്ക് നമ്മൾ അടിച്ചിറക്കിക്കാണ്. അപ്പൊ അത് കാരണം നമ്മളെ ഇപ്പൊ ഒരു പട്ടി വന്നാലും പെട്ടെന്നൊരു കീരിയ എന്ത് വന്നാലൊന്നും പെട്ടെന്നൊന്നും ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. അതൊരു തെറ്റിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഏകദേശം നമ്മുടെ ഫുൾ വല കെട്ടി കഴിഞ്ഞോട്ടെ. നമ്മുടെ പറമ്പിൻ്റെ അതിരിൽ ഫുള്ള് നമ്മൾ ഇതുപോലെ 10 അടി 12 അടി ഹൈറ്റിൽ ഫുള്ള് കെട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുളത്തിൻ്റെ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ വീണ്ടും വരുന്നതാണ് കേട്ടോ. നമ്മളിതിൽ വരാൽ കുഞ്ഞിനാണ് ഇടാൻ പോണത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഫുള്ള് ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇത് കണ്ടോ, നമ്മൾ എൻ്റെ ഫുള്ള് ഇട്ടിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മളിതേ കോഴി ഫ്രണ്ടിലേക്ക് വരാത്ത രീതിയിൽ നമ്മളവിടെ വെച്ച് ലോക്ക് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് കോഴിയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഗൈസ്, അപ്പോൾ ഇത് അഴിച്ചു വിട്ട് വളർത്തുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ സ്മെല്ലാണ്. സ്മെല്ല് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പറമ്പിൽ ഉണ്ടാവുകയില്ല. അതായത് നമ്മൾ കോഴിക്കൂടൊക്കെ വയ്ക്കുമ്പോൾ അടച്ചിട്ട് വളർത്തുമ്പോൾ ആ ഏരിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തായാലും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനേയും അടച്ചിട്ട് വളർത്തണേക്കാളും നല്ലത് എപ്പോഴും തുറന്നിട്ട് വളർത്തണമാണ്. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാതന്ത്ര്യവും കാര്യത്തിനും പ്രശ്നങ്ങളും വരില്ല. അത് ഫുള്ള് നല്ല എൻജോയ് ആയിട്ടാണ് കോഴികളെല്ലാം നടക്കുന്നത് കേട്ടോ. പറമ്പെല്ലാം നല്ല ക്ലിയറാണ്, പുല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പറമ്പിൽ. അതും ഒരു വലിയൊരു കാര്യമാണ്. രാവിലെ നമ്മൾ തീറ്റ കൊടുത്ത് ഇതുപോലെ നമ്മൾ തുറന്നിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ തന്നെ അത് കൂട്ടി കയറിയിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നും പിടിക്കാനും സാഹചര്യമൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഡോഗ് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ അപ്ഡേഷൻ കാര്യങ്ങൾ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോളൂ കേട്ടോ. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഫാമിംഗ് ഒക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തോ, എന്തായാലും ഹെൽപ്ഫുൾ ആട്ടോ.